ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് വേയിൽ നമ്മൾ പറയുമ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ റിയൽ ലൈഫിൽ കാണുന്ന ഏതൊരു റിയൽ ലൈഫ് എൻറ്റിറ്റിയുടെയും എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഈ സ്കൂളിൽ ടീച്ചേഴ്സ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു മിസ്കൺസെപ്റ്റ് ആണ്. നമ്മൾ ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ക്ലാസ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ അതിന് സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരു ക്ലാസ് എടുക്കുക, അതൊരു ക്ലാസ്, അതിനകത്ത് വരുന്ന കുറെ സ്റ്റുഡൻസ്, അതെല്ലാം ഒബ്ജക്ട്സ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ട കൺസെപ്റ്റ് ആണ്. അതങ്ങനെയല്ല അത് പറയുന്നത്. ഓക്കെ, ഒരു ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡെഫിനേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോട്ടാ, ഒത്തിരി ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഒരു ഹ്യൂമൻ എന്ന് കേൾക്കുമ്പോ തന്നെ, ഹ്യൂമൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരും? എന്തൊക്കെയായിരിക്കും നമ്മളുടെ മനസ്സിലോട്ട് വരുന്നത്? ഷേപ്പ്, ബോഡി ഷേപ്പ്. ഓക്കെ, അതായത് നമുക്ക് കുറെ ഫീച്ചറുകൾ വരും അല്ലെ. അതായത് ഇപ്പൊ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ നമ്മള് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ആ ഹ്യൂമന്റെ ഫീച്ചേഴ്സ് നമുക്ക് വരും അല്ലെ. 2 eyes, ഓക്കെ, അതുപോലെ 2 hands, a nose. ഓക്കെ, ഇതെല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ he can walk, he can eat, he can run, he can sleep. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിലൊരു കൺസെപ്ഷനിൽ വരുമല്ലേ ചെയ്യണേ. ഓക്കെ, അപ്പോ ഈ പറയുന്ന പ്രോപ്പർട്ടീസ്, അതായത് ഹ്യൂമൻ എന്ന് പറയുന്ന നെയിം ഇംപ്ലൈസ് ഓൾ ദീസ് പ്രോപ്പർട്ടീസ്, റൈറ്റ്? ദെൻ ഈ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്ഷൻ തിങ് ആണ് ശരിക്കും പറഞ്ഞത്. കൺസെപ്ഷൻ ബിക്കോസ് നമ്മൾ ഓരോന്നും ഇപ്പം വിവേക് ആയാലും ശൈലേഷ് ആയാലും ദിനേശ് ആയാലും എല്ലാം they are all human objects. അതായത് ഈ ഹ്യൂമൻ എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഉൾക്കൊള്ളുന്ന റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ് വിവേക്, ശൈലേഷ്, ദിനേശ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഹ്യൂമൻ is just a name to define the properties of these group of objects, right? ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റുകളെ ജനറലൈസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വേർഡ് ആണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ. അല്ലെങ്കിൽ ഈ ഓരോ ഒബ്ജക്റ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹ്യൂമൻ എന്ന് പറയുന്നതിന്റെ പ്രോപ്പർട്ടീസ്, ഹ്യൂമൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വിവേക് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക്കലി എന്താ മനസ്സിലാക്കേണ്ടത്? ക്ലാസ് ഇസ് ആക്ച്വലി definition or a description
or a blueprint of an object. Okay. And what is an object? An object എന്ന് പറഞ്ഞാൽ a real entity having all properties defined in a class. Clear? Is that clear? Any confusion? Confusion ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചേച്ചിക്ക് ഇതിൽ കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ? ഹലോ, അൺമ്യൂട്ട് ചെയ്യാനെടുത്ത സമയം. ഓക്കെ, സെയിം സാധനം തന്നെ കുറച്ചുകൂടെ വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ റിയൽ ലൈഫിൽ നമ്മൾ ഇത് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ പ്രിന്റ്. ഫോർ എക്സാമ്പിൾ കാറിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് പറയാം, അതായത് ഒരു കാറ് അതായത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കുന്ന കാറിന്റെ ഡിസൈൻ ആണ് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് അതുണ്ടായി വരുമ്പോഴത്തേക്ക് മാരുതി കാർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ആൻ ഒബ്ജെക്ട് ദാറ്റ് ഹാസ് ബേസിക് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് നമ്മൾ വരച്ച ബ്ലൂ പ്രിന്റിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. പ്ലസ് നമുക്ക് വേണമെങ്കിൽ മാരുതിക്ക് അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവരാം. സോ ദാറ്റ്സ് ഹൗ അത് ഐ മീൻ ദാറ്റ് ഈസ് ഇൻഹെറിറ്റൻസ് വാട്ട് എവർ. സോ ആ കാർ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ വേണമെങ്കിൽ മാരുതി കാർ എന്ന് തന്നെ പറയാം. അതിനു വേണ്ടി ഡിഫൈൻ ചെയ്യുന്ന ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസ് എല്ലാം കൂടെ ഇരിക്കുന്ന ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ്. വെൻ എ കാർ ഇസ് ബിൽറ്റ് വിത്ത് ഒരു നമ്മൾ നമ്പർ ഒക്കെ കൊടുത്തൊരു കാർ ഉണ്ടായി, ആ കാർ ഇസ് ആൻ ഒബ്ജെക്ട്. സെയിം ഈ ഹ്യൂമന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഒരു കാറിന്റെ വെച്ചിട്ടും പറയാം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പൊ ഇതില് ചേച്ചി ഇപ്പൊ പറഞ്ഞ കൂട്ടത്തില് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് അതിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതല്ല. 2 eyes, 2 hands, a nose, a head എന്നൊക്കെ പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് അതർ പാർട്ട് ഈസ് ലൈക്ക് ഫങ്ഷനാലിറ്റീസ്. ഓക്കെ, അയാൾ ചെയ്യുന്ന ഹ്യൂമനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ഇത് ഹ്യൂമന്റെ ഹ്യൂമന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, ആൻഡ് ഇത് ഹ്യൂമൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഏത് റിയൽ ലൈഫിലുള്ള ഏത് നമ്മൾ എൻറ്റിറ്റി എടുത്താലും ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഒരു പെൻ എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ആ പെന്നിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു പെന്നിന് ഒരു ബോഡി ഉണ്ടാവും, ഓക്കെ, ഒരു നിബ് ഉണ്ടാവും, ഓക്കെ, ഇങ്ക് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം അതിന്റെ എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. ആൻഡ് വി ആർ യൂസിങ് പെൻ ഫോർ റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ റൈറ്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷനാലിറ്റിയും ഇതെല്ലാം അതിന്റെ ആട്രിബ്യൂട്ട്സും ആണ്. ഓക്കെ, ക്ലിയർ ആയോ ഏകദേശം? ക്ലിയർ? അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കൺസെപ്ച്വലൈസ് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു പ്രൊവിഷൻസ് ആണ് ഈ ശരിക്കും ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോ ലൈക്ക് നമുക്കിപ്പോ ഒരു സ്കൂളിലെ സിറ്റുവേഷനെ നമുക്ക് ഒരു പ്രോഗ്രാമാറ്റിക്കലി ആക്കണം, പ്രോഗ്രാമാറ്റിക്കലി ഡെപിക്ട് ചെയ്യണം. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഡെപിക്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? സ്റ്റുഡന്റ് ഉണ്ടാവും. ഓക്കെ, ആ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റുഡൻസിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. ഓക്കെ, ലൈക്ക് നെയിം കൊടുക്കാം, റോൾ നമ്പർ കൊടുക്കാം, സെമസ്റ്റർ കൊടുക്കാം, ഓക്കെ, ബ്രാഞ്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. ഇത് കൂടാതെ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഈസ് ഗെറ്റ് സ്കൂൾസ്, അങ്ങനെ എന്തെങ്കിലും സ്റ്റുഡന്റിന്റെ സ്കൂൾ കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ നമുക്കൊരു ടീച്ചറിനെ ഡിഫൈൻ ചെയ്യാം. ടീച്ചറിനെ നമുക്ക് ടീച്ചറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് ടീച്ചർ നെയിം, ID, specialization, get years of experience, get experience, get qualifications,
അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഫങ്ഷൻസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, then is how this student and teacher is connected. നമുക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കാം. ആ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഒരു എലമെന്റ് ആയിട്ട് വരിക സ്റ്റുഡന്റിന്റെ ഐ ഡി ഉണ്ടാവും, ടീച്ചറിന്റെ ഐ ഡി ഉണ്ടാവും, ആൻഡ് സബ്ജക്ട് ഉണ്ടാവും, സബ്ജക്ട് taught by that teacher. അങ്ങനെ നമുക്ക് ഏതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനെയും നമുക്ക് ഈ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് വേയിൽ ബൈ മീൻസ് ഓഫ് ക്ലാസ്സസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഇനി ഒരു പ്രോഗ്രാമാറ്റിക് വേയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മുടെ ജാവയും സിയും C++ഉം PHP ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പൈത്തണിനകത്ത് ഉള്ളത്. ഓക്കെ, ആ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്, ക്ലാസ്, ഓക്കെ, ക്ലാസ് നെയിം നമ്മൾ പറയും. ഓക്കെ, അതിനുശേഷം നമുക്ക് കൺസ്ട്രക്ടർ കൊടുക്കാം. കൺസ്ട്രക്ടർ, ഇവിടുത്തെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, def init, ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, കൺസ്ട്രക്ടറിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം. പക്ഷെ ഇത് കൺസ്ട്രക്ടർ ആകണമെങ്കിൽ ഒരു സെൽഫ് എന്ന് പറയുന്ന പാരാമീറ്റർ കൊണ്ട് അത് പാസ് ചെയ്യണം. സെൽഫ്, ആ സെൽഫ് കൊണ്ട് ആ സെൽഫ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ക്ലാസിന്റെ മെമ്പർ ആയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫംഗ്ഷൻ തന്നെയാണ്, കൺസ്ട്രക്ടർ അറിയാലോ, ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ കൺവെൻഷണൽ വേയിൽ നിന്നും ക്ലാസിന്റെ അതേ നെയിം എന്നുള്ളത് മാറി എന്താ വന്നിരിക്കുന്നത്, ഇനിറ്റ് എന്ന് പറയുന്ന നെയിം ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ടർ എന്ന് കൊടുക്കുക. ഓക്കെ, അത് കൂടാണ്ട് ഡെഫ് വേറൊരു ഫംഗ്ഷൻ, ഇപ്പൊ സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ സാമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിലും സെൽഫ് കൊടുത്തെങ്കിൽ മാത്രമാണ് അതെന്തായിട്ട് വരുന്നത്, ഒരു മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് കൺസിഡർ ആസ് എ മെമ്പർ ഫംഗ്ഷൻ. ഇത് അതായത് ഇത് ഡിഫറെന്റ് ആണ്. def sample one, sample 2. ഈ sample 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഈസ് നോട്ട് എ മെമ്പർ ഫംഗ്ഷൻ. ഇതൊരു മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതായത് നമുക്കൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതിനെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 3 തരത്തിലുള്ള ഫംഗ്ഷൻസ് വരിക. ഒന്ന് നമ്മളുടെ ഉമേഷ് ചേട്ടാ, അതൊന്നുകൂടി പറയാം. ഉമേഷ് ചേട്ടാ, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ക്ലാസിന്റെ ഉള്ളില് ആട്രിബ്യൂട്ട്സും ഉണ്ടാവും, അതുപോലെ മെമ്പർ ഫങ്ഷൻസും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ മെമ്പർ ഫങ്ഷൻസ് ആണെങ്കിലാണ് ഇപ്പൊ ഇതിനകത്തുള്ള ആട്രിബ്യൂട്ട്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ മെമ്പർ ആക്കണം, ഈ ക്ലാസിന്റെ മെമ്പർ ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ വി ഹാവ് ടു പാസ് ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആസ് സെൽഫ്. സെൽഫ് എന്ന് പറയുന്ന ഈ കീവേഡ് തന്നെ നമ്മൾ ആദ്യം കൊടുക്കണം, അതൊരു മെമ്പർ ഫംഗ്ഷൻ ആക്കണമെങ്കിൽ. ഓക്കെ, അതായത് ഇപ്പൊ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ, ഈ 2 ഫംഗ്ഷൻസ് മെമ്പേഴ്സ് ആണ്, തേർഡ് ഫംഗ്ഷൻ മെമ്പർ അല്ല. ഓക്കെ, അതൊരു ക്ലാസ് ഫംഗ്ഷൻ. ഈ നമ്മൾ ശരിക്കും ഒബ്ജക്ട് ഓറിയന്റഡ് ഇതിനകത്ത് ഇൻസ്റ്റൻസ് ഫംഗ്ഷൻസും ക്ലാസ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് പറയാറുണ്ട്. സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുന്നത്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് കീവേഡ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ അത് ക്ലാസ് ഫംഗ്ഷൻ എന്നും, കാര്യം ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഇറ്റ് വിത്ത് എൻ ഒബ്ജക്ട് നമുക്കൊരു ക്ലാസ് നെയിം വെച്ച് തന്നെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ആ ഒരു കേസിനകത്ത് ആ ഒരു രീതിക്കാണ് ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. Class name വെച്ചിട്ട് കോൾ ചെയ്യാം, but we cannot invoke it with an object. Okay. Okay. Thank you.
നമ്മൾ സാധാരണ എക്സ്പ്ലിസിറ്റ്ലി ഇവിടെ നമ്മൾ ഇപ്പൊ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഇവിടെ വേരിയബിൾസ് കൊടുക്കാറുണ്ട് അല്ലെ, a equal to എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറില്ലേ. പക്ഷെ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ നമുക്കില്ല വേരിയബിൾസിനെ. ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ ഉള്ളില് സെൽഫ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഉള്ളില് സെൽഫ് ഡോട്ട് ഒരു വേരിയബിളിലെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മേ ബി അത് ഇനിഷ്യലൈസ് ചെയ്യുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈ ക്ലാസിന്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. ഓക്കെ, അപ്പൊ ക്ലാസിന്റെ ഒരു മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ സെൽഫ് എന്ന് നമ്മൾ ആ ഫസ്റ്റ് പാരാമീറ്റർ പാസ് ചെയ്യുകയും വേണം. ദെൻ ക്ലാസിന്റെ ഉള്ളിലുള്ള വേരിയബിൾസിനെ എല്ലാം നമുക്ക് സെൽഫ് ഡോട്ട് വേരിയബിൾസ് എന്ന് ഇൻവോക്ക് ചെയ്യണം. സെൽഫ് ഡോട്ട് വേരിയബിൾസ് എന്ന് ഇൻവോക്ക് ചെയ്യുകയും വേണം. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഈ ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ അകത്ത് ഒരു സെൽഫ് ഡോട്ട് ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ that will be considered as the class member. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നമ്മളിപ്പോ C++ഉം ജാവയൊക്കെ പഠിച്ചവർക്ക് ഒരു ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും ഈ പറഞ്ഞ കൺസെപ്റ്റ്. ബട്ട് അത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും. ഒരു എക്സാമ്പിൾ കാണിക്കുക, അപ്പൊ എക്സാമ്പിൾ കാണിക്കുമ്പോൾ ഇത്തിരി കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, ഓക്കെ, ഇപ്പോ ലൈക്ക് നമുക്കൊരു രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കണം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ക്ലാസ്. അപ്പൊ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണല്ലോ, ഒരു ഫംഗ്ഷനാലിറ്റി ആണല്ലോ. അപ്പൊ അതിനൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്ട് വേയിൽ നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും നോക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ക്ലാസ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഞാൻ എളുപ്പത്തിൽ വിചാരിക്കുന്ന ഒരു, അല്ലെങ്കിൽ എളുപ്പത്തിൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ടെക്നിക് ഇങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആഡിങ് ടു നമ്പേഴ്സ് ആണ് അല്ലെ. ആഡിങ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ നിങ്ങളൊരു ക്ലാസ് വെച്ചിട്ട് മോഡൽ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ എ മെഷീൻ. Consider a machine that add two numbers. നമ്മുടെ ഈ കോഫി വെൻഡിങ് മെഷീൻ ഒക്കെ പോലെ ഒരു മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു മെഷീൻ കൺസിഡർ ചെയ്യാം. ആ മെഷീൻ അപ്പൊ നമുക്കൊരു പേര് വേണം അല്ലെ, ആഡ്. നമുക്ക് ആ മെഷീന്റെ പേര് ആഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ആ മെഷീന് രണ്ട് സ്ലോട്ട്സ് ഉണ്ടാവും. അതിനകത്തോട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? രണ്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ പ്രസ് ഓൺ എ പർട്ടിക്കുലർ ബട്ടൺ. So it will give out the sum. ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടെ എളുപ്പത്തിൽ അതിനെ ക്ലാസ് ആയിട്ട് മോഡൽ ചെയ്യാം. അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ക്ലാസ് എന്ത് കൊണ്ടുവരാം? ആഡർ എന്ന് കൊണ്ടുവരാം. ഓക്കെ, സോ നമ്മൾ രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് എപ്പോഴും ഒരു ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി പറയേണ്ടത്. ഒന്ന് ഗെറ്റേഴ്സ്. ഗെറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിന്റെ ഉള്ളിലെ വേരിയബിൾസിലേക്ക് വാല്യൂസ് അങ്ങോട്ട് കൊടുക്കാനുള്ളതിനെയാണ് നമ്മൾ ഗെറ്റേഴ്സ് എന്ന് പറയാ. തിരിച്ച് വാല്യൂസ് കിട്ടാനുള്ളതിനെ നമ്മൾ പോയി അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളതിനെ നമ്മൾ സെറ്റേഴ്സ് എന്നും ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളതിനെ നമ്മൾ ഗെറ്റേഴ്സ് എന്നും പറയും. പിന്നെ നമുക്ക് അതർ ഫങ്ഷനാലിറ്റി, യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ക്ലാസിന്റെ ഉള്ളിൽ ആദ്യം ഒരു സെറ്റർ എഴുതുക. എന്തിനാ? എക്സും വൈയും അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡെഫ് സെറ്റ് വാല്യൂസ്. ക്ലാസ് മെമ്പർ ആകണമെങ്കിൽ സെൽഫ് പാസ് ചെയ്യണം, കോമ എ കോമ ബി. അപ്പൊ രണ്ട് വാല്യൂസ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന രണ്ട് വാല്യൂസ് ആണ് എയും ബിയും. ആ എയെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്ന പ്ലേസ് ഹോൾഡറിലേക്ക് എടുത്ത് വെക്കണം. ബി എയും വൈ എന്ന് പറയുന്ന പ്ലേസ് ഹോൾഡറിൽ എടുത്ത് വെക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു എ, അതുപോലെ സെൽഫ് ഡോട്ട് വൈ ഇസ് ഈക്വൽ ടു ബി. സോ ഇത്രയും കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ്
സെറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ട്? ഇവിടെ സെൽഫ് കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സെൽഫ് ഡോട്ട് എക്സും സെൽഫ് ഡോട്ട് വൈയും നമ്മൾ കൊടുത്തപ്പോ അതിന് രണ്ട് മെമ്പേഴ്സ് ഓൾറെഡി ആയി. ആരൊക്കെയാ? എക്സും വൈയും. അപ്പൊ നമ്മുടെ ആഡർ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് രണ്ട് മെമ്പേഴ്സ് ആയി എക്സും വൈയും. അതുപോലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെറ്റ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരും. ഓക്കെ, ഇനി അടുത്ത ഞാൻ വീണ്ടും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഡെഫ് കാൽക്കുലേറ്റ്. അതിനകത്തൊന്നും ചെയ്യുന്നില്ല. സെൽഫ് ഡോട്ട് സം ഇസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് സെൽഫ് ഡോട്ട് വൈ. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടി വീണ്ടും ഒരു ഫംഗ്ഷൻ കൂടെ വന്നു. കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടെ അതിനകത്ത് വന്നു. എഗെയിൻ ഒരു പുതിയ വേരിയബിൾ ആയിട്ടുള്ള സം കൂടി വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ലാസ്റ്റ് വൺ, ഡെഫ് ഗെറ്റ് സം. അതൊരു ഗെറ്റർ ആണ്. ഗെറ്റ് സമ്മിന് നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. റിട്ടേൺ സെൽഫ് ഡോട്ട് സം. അപ്പൊ ഇതിനകത്ത് എഗെയിൻ എന്ത് ചെയ്യുന്നു? ഒരു ഫംഗ്ഷൻ കൂടെ വരുന്നു, ഗെറ്റ് സം. ഓക്കെ, സോ ഇത് തന്നെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആ എക്സ്പ്ലിസിറ്റ്ലി എയും ബിയും സമ്മും ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്ത് വെക്കാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻസിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത് പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആവും. നമ്മളിത് ചെയ്ത് റൺ ചെയ്യുമ്പോൾ അത് റൺ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. ക്ലാസ് ആഡർ, ഓക്കെ, അതിനകത്ത് ഡെഫ് set values a comma b, then self dot x is equal to a, self dot y equal to b. Okay, other def calculate. Self dot sum is equal to self dot a plus self dot b. Get sum. Self dot sorry. Sorry, dot x plus self dot sum. Okay, then ഇതിന്റെ ഒബ്ജക്റ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കും? ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. മെഷീൻ ഈക്വൽ ടു ആ വേരിയബിൾ എന്ത് വേണേ കൊടുക്കാം. ഞാൻ എന്താണ് പാസ് ചെയ്യണ്ടേ? സോറി, machine is equal to adder. Okay, then machine dot set values of 3,5. Machine dot calculate and print machine dot get sum. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു വ്യത്യാസം മനസ്സിലാവുന്ന നോക്കി. സെറ്റ് വാല്യൂസിനകത്ത് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? 3 പാരാമീറ്റർ അല്ലേ? സെൽഫ്, എ, ബി. പക്ഷെ നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന എത്രയേ ഉള്ളൂ? 3, 5 അല്ലേ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സെൽഫ് എന്താ? ഈ സെൽഫ് എന്ന് പറയുന്നത് ആരാണോ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, മെഷീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ലേ കോൾ ചെയ്യുന്നത്, അതിന്റെ റെഫറൻസ് ആയിരിക്കും ഈ സെൽഫിലോട്ട് പോവുക. ഓക്കെ, പിടികിട്ടിയ? ഈ മെഷീൻ എന്ന് പറയും മെഷീൻ ഡോട്ട് സെറ്റ് വാല്യൂസ്. സാധാരണഗതിയിൽ നമ്മൾ സെറ്റ് വാല്യൂസ് എന്നല്ലേ വിളിക്കുക. മെഷീൻ ഡോട്ട് സെറ്റ് വാല്യൂസ് എന്ന് വിളിക്കുമ്പോ
ആ മെഷീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആണ് ഈ സെൽഫ്. അപ്പൊ അതുകൊണ്ടാണ് മെഷീന്റെ ഉള്ളില് ഒരു എക്സും വൈയും വന്നത്. അതേ മെഷീനെ തന്നെയാണ് നമ്മൾ ഇവിടെയും പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ മെഷീന്റെ എക്സിനെയും വൈനെയും നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റിയത്. സോ അവിടെ പുതിയൊരു വേരിയബിൾ സം വന്നു. ക്ലിയർ ആയോ? നമുക്ക് എത്ര വേണമെങ്കിലും ഫങ്ഷൻസ് ആഡ് ചെയ്യാം. ഗെറ്റ് സം കൊടുക്കാൻ വേണ്ടി ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി def print sum. ഈ രീതിക്ക് ഇങ്ങനെ തന്നെയല്ലേ കൊടുക്കുന്നത്? ഡോട്ട് ഫോർമാറ്റ്. ഡോട്ട് ഫോർമാറ്റ്. self dot x self dot y self dot sum. Okay. അതിന് ഇൻഡെക്സ് 0 ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഇങ്ങനെയാണോ പ്രിന്റ് ചെയ്യുന്ന 0 1 2? ചുമ്മാ ഫോർമാറ്റ് കൊടുത്തിട്ട് ഡോട്ട് ഫോർമാറ്റ് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ഇൻഡെക്സിന് അനുസരിച്ച് വന്നോളൂ. അതൊരു വേ ആണ്. നമുക്ക് ഇല്ലെങ്കിൽ പ്ലസ് വെച്ചിട്ട് ആഡ് ചെയ്ത് പോവാം. നല്ല മതി. അപ്പൊ ഈ ഇൻസ്റ്റൻസ് വേരിയബിൾ ഇല്ലേ സെൽഫ്, അതിന് സെൽഫ് എന്നല്ലാതെ സെൽഫ് 1 സെൽഫ് 2 കൊടുത്താലും കുഴപ്പമില്ലല്ലോ? അത് സെൽഫ് എന്ന് തന്നെ കൊടുക്കണം. ഏതാ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് വെച്ചാൽ? അല്ല, സെൽഫ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ലേ, ആദ്യത്തെ ആർഗ്യുമെന്റ്, അതിന് സെൽഫ് എന്ന് തന്നെ കൊടുക്കണോ അതോ സെൽഫ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ABC എന്നല്ല കൊടുക്കാം? ഞാനത് ട്രൈ ഔട്ട് ചെയ്തിട്ടാണ്, അതൊന്ന് ചെയ്ത് കൊടുക്കും. ഓക്കെ, നോക്കാം. ഇതുകൊണ്ടും കൊടുക്കാം. വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ നമുക്ക് ഈ പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് അങ്ങനെ കൺസെപ്റ്റ് ഇല്ലേ? പബ്ലിക് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ്. ഒരു ക്ലാസിന്റെ ഉള്ളില് ചില വേരിയബിൾസിനെ നമുക്ക് പുറത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടിപ്പോഴത്തെ കേസിൽ നമുക്ക് മെഷീൻ ഡോട്ട് പ്രിന്റ് മെഷീൻ ഡോട്ട് സം എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, 8 പ്രിന്റ് ആയതുണ്ടോ? സോ these sum is actually inside the variable, inside the class അല്ലെ? ക്ലാസിന്റെ അകത്തല്ലേ ഈ സം കിടക്കുന്നത്. പക്ഷെ ഈവൻ ദോ നമുക്ക് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ സമ്മിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ. പക്ഷെ നമ്മളുടെ ബൈ ഡിഫോൾട്ട് റൂൾ ഈ ഡാറ്റ മെമ്പേഴ്സിനെ ഒരിക്കലും പുറത്തോട്ട് ആക്സസിബിൾ ആക്കരുത് എന്നാണ് പറയുന്നത്. ഒരു ഫംഗ്ഷനിലൂടെ മാത്രമേ പുറത്തോട്ട് കൊടുക്കാനും അകത്തോട്ട് എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അതിനാണ് ഈ സെറ്ററും ഗെറ്ററും ഒക്കെ നമ്മൾ എഴുതുന്നത്. അല്ലെങ്കിൽ ഈ ഗെറ്റ് സമ്മിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഈ വേരിയബിൾസിന്റെ ഫ്രണ്ടിൽ ഒരു ഡബിൾ അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ആയി. ഓക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴത്തെ നമുക്ക് ഔട്ട്പുട്ട് ഒക്കെ കിട്ടും. പക്ഷെ ഈ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത്?
ഇതൊന്നും അത്ര ഭീകരമായിട്ട് മെഷീൻ ഇത് അവസാനത്തെ വേറെ ഇത് തന്നെ. ഇവിടെ നമ്മൾ അണ്ടർസ്കോർ വെച്ച് ഉപയോഗിച്ചാലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇതുവരെയുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. പക്ഷെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറ്റത്തില്ല. കാര്യം ആ സം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയി, ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ടു ദി ഔട്ട്സൈഡ് വേൾഡ്. ആ ക്ലാസ്സിന്റെ ഉള്ളിൽ മാത്രമേ അതിനെന്തുള്ളൂ, സ്കോപ്പ് ഉള്ളൂ. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ 2 അണ്ടർസ്കോറിന് പകരം 1 അണ്ടർസ്കോർ വരും. പ്രൊട്ടക്ടറിന്റെ ആവശ്യം നമ്മൾ ഇൻഹെറിറ്റൻസിലൊക്കെ വരുന്നുള്ളൂ. നമ്മളുടെ ഈ ഒരു ഇതിന്റെ കോഴ്സിന്റെ സ്കോപ്പിന് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല, ഇൻഹെറിറ്റൻസിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കൺഫ്യൂഷൻ? സുബിചാരിസ്? ഇല്ല ഇല്ല, ഒന്ന് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും. കൽപ്പന മിസ്സേ? കുഴപ്പമില്ല സർ. മനസ്സിലായി. ആരിഫ? ക്ലിയർ ആണ് സർ. സാധാരണ സെഷൻസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സ്ഥലമാണ്, അതാണ് ചോദിച്ചത്. ചേച്ചി കുഴപ്പമില്ലല്ലോ, ചേച്ചി മിഷനും? ഹലോ, ഇല്ല കുഴപ്പമില്ലല്ലോ. വേറൊരു സാധനം ഉണ്ട്, അതായത് ഇതിന്റെ കൂടുതൽ മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് നീ ഇത് കഴിഞ്ഞിട്ട് കവർ ചെയ്യാം. അത് പറയാൻ പോവാ. ഓക്കെ, നമ്മൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് തീർന്നു. പൈത്തന്റെ ഏകദേശം ബേസിക്സ് നമ്മൾ തീർന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് കുറച്ച് പറയാൻ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഫംഗ്ഷൻ ഇപ്പൊ നമ്മള് പൈത്തന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പ്രത്യേകിച്ച് മെയിൻ ഒരു എൻട്രി പോയിന്റ് ഒന്നും ഇല്ല. നമ്മൾ ആദ്യം ഒരു ഫയലിനകത്ത് ഏറ്റവും ആദ്യം എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ആദ്യം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലെ? അങ്ങനല്ലേ ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പോ ഒരു എൻട്രി പോയിന്റ് കൊണ്ടുവരണം. എൻട്രി പോയിന്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സിയിലും ജാവയിലും ഒക്കെ ഇപ്പൊ സിയിലാണെങ്കിൽ വോയിഡ് മെയിൻ എന്നോ ഇൻഡ് മെയിൻ എന്നോ, ജാവയ്ക്കകത്താണെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് ഒരു എൻട്രി പോയിന്റ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെയിൻ ഫങ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതുപോലെ ഈ മൊഡ്യൂലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ഇതിനെ നമ്മള് മൊഡ്യൂൾസ് ആക്കി മാറ്റാനുള്ള പരിപാടി. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇത് ചെയ്യാം. പല പല ഫയൽസിലായിട്ടൊക്കെ എഴുതിയിടുമ്പോഴത്തേക്ക് ഇൻക്ലൂഡ് ചെയ്ത് സിമ്പിൾ എക്സാമ്പിൾ. നമ്മൾ ഒരു ഫയലിന് കുറച്ച് കോഡ് എഴുതി, ഈ മെയിൻ ഒന്നും ഇല്ലാതെ ഒരു കോഡ് എഴുതി. അടുത്ത ഫയലിലും മെയിൻ ഒന്നും ഇല്ലാണ്ട് കുറച്ച് കോഡ് എഴുതി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പൈത്തൺ ഫയൽ മറ്റേ പൈത്തൺ ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് അതിനകത്ത് കിടക്കുന്ന കോഡ്, അതായത് മെയിനകത്ത് അല്ലാതെ വെറുതെ കിടക്കുന്ന കോഡെല്ലാം വെറുതെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് ഒരു എൻട്രി പോയിന്റ് എല്ലാ ഫയൽസിലും കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഫംഗ്ഷൻ എഴുതുക, ഡെഫ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഏത് ഫംഗ്ഷൻ, മെയിൻ എന്ന് തന്നെ പേര് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മെയിൻ എന്നുള്ള പേര് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, ഡെഫ്. പക്ഷെ എപ്പോഴും കൺവെൻഷൻ എന്ന് വെച്ചാൽ ഡെഫ് മെയിൻ, അതിനെ നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ. ഓക്കെ, അപ്പൊ വെച്ചാൽ ഈ ഫംഗ്ഷനിലായിരിക്കണം മറ്റു ഫംഗ്ഷൻസിനെ എല്ലാം കോൾ ചെയ്ത് പോകേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കോൾ ഒക്കെ വരേണ്ടത് ഈ മെയിനിൽ നിന്നായിരിക്കണം. ഓക്കെ, അപ്പൊ എന്നിട്ട് ഈ മെയിനിനെ ആ ഫയൽ റൺ ചെയ്യുമ്പോൾ തന്നെ ഈ മെയിനിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, if
name underscore underscore colon equal to underscore underscore main underscore underscore എന്ന് എഴുതിയിട്ട് ഇതിന്റെ ഉള്ളില് നമ്മൾ ആരെ വിളിക്കുക, ഈ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇതാണ് ശരിക്കും നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ പൈത്തൺ ഇത് മെഷീൻ ലേണിംഗിന്റെ ഒന്നും പെർസ്പെക്റ്റീവ് ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പിന്നെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ കോൾ ചെയ്ത് വരേണ്ടത്. ഇത് പ്രത്യേകിച്ച് ജൂപ്പിറ്റർ നോട്ട്ബുക്കിനകത്ത് ഇതിന് റെലവൻസ് ഇല്ല. നമ്മൾ പൈത്തൺ ഫയൽസ് ആക്കി എഴുതുമ്പോഴൊക്കെയാണ് ഇതിന് റെലവൻസ് വരിക. ഓക്കെ, നെയിം എന്നുള്ളത് എല്ലായിടും അങ്ങനെയാണോ? അതന്നെ ആ രീതിയിൽ തന്നെയാണ്. ഞാനിത് അടുത്ത വേറൊരു ഐഡിയ നമുക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ, സ്പൈഡർ. എല്ലാവരും ഒന്ന് എടുക്കാവോ സ്പൈഡർ? കുറച്ച് താമസിക്കുകയായിരിക്കും ഒന്ന് എടുക്കാൻ. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഫയൽസിലായിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾ കാണുന്ന പ്രോജക്ട്സ് ഒക്കെ കിടക്കുക. അതെങ്ങനെയാണ് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, എടുക്കണോ? ഇത് എടുക്കണോ? അല്ലെങ്കിൽ ഞാൻ കാണിക്കാം കുഴപ്പമില്ല. ഈ ക്ലാസ് നമ്മള് ഇതിനകത്ത് സേവ് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ക്ലാസ് നമ്മളിങ്ങനെ സേവ് ചെയ്യുന്നു. കാണാലോ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ ഇത് ആഡർ പ്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു py ഫയലാണ്. ഞാൻ ഇതിനകത്ത് ആ മെയിൻ്റെ പാർട്ടില്ലേ, മെയിൻ. ഓക്കെ, ഇത് സേവ് ചെയ്യുന്നു. അഡീഷൻ ക്ലിയർ അല്ലേ? അഡീഷൻ ഡോട്ട് py. ഓക്കെ, ഇപ്പൊ ബേസിക്കലി നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എറർ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ആ എറർ വരും. ഇനി നമുക്ക് അതിനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന ഈ ആഡറിനെ നമുക്ക് ഇവിടെ കിട്ടണ്ടേ? അവിടെ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ഓക്കെ, ആഡർ നമ്മൾ കൊടുക്കും. അപ്പോഴും നമുക്ക് ആഡർ കിട്ടത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആഡർ പ്രോക്കിനകത്താണ് കിടക്കുന്നത് അല്ലെ? ഫ്രം ആഡർ പ്രോക്ക് കണ്ടോ? ആഡർ പ്രോക്കിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാം? ആഡർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എടുക്കുക. ഇതിൽ അടുത്ത് വേറൊരു മെത്തേഡും ഉണ്ട്. ഇമ്പോർട്ട് ആഡർ prop ഡോട്ട് ആഡർ ഇങ്ങനെയും കൊടുക്കാം. പക്ഷെ അപ്പോ നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ഈ ആഡർ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒന്ന് ഉപയോഗിക്കണം. ആഡർ പ്രോപ്പ് ഡോട്ട് ആഡർ എന്ന് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന് വേറൊരു പേര് കൊടുക്കാം. ആഡർ ആസ് ആഡർ എന്നോ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഓക്കെ,
ഇതിന്റെ ഒരു മെയിൻ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. മെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രിന്റ് നമ്മൾ പ്ലെയിൻ ആയിട്ട് മെയിൻ ഒന്നും ഇല്ലാണ്ട് ഒരു ഹലോ എഴുതാന്ന് വിചാരിച്ചു. ഹലോ വേൾഡ്. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോ ഉള്ളൊരു പ്രശ്നം ഇപ്പൊ ഹാൻഡിൽ കണ്ടോ, ഒരു ഹലോ വേൾഡ് വന്നുണ്ടോ? ഈ പ്രോഗ്രാമിന് അത് ഇല്ലല്ലോ ശരിക്കും. ഹലോ വേൾഡ് ഇതിവിടെ ചുമ്മാ കിടക്കുന്നതല്ലേ, മനസ്സിലായ? ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ക്ലാസ് ആഡറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ഒന്നും ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ചുമ്മാ നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു കാര്യം ചെയ്ത് വെച്ചിരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഞാൻ ഇത് ചുമ്മാ ഇവിടെ എഴുതി വെച്ചിരിക്കാം. അപ്പൊ വരുന്നൊരു പ്രശ്നം നോക്കുന്നത് 100 200 വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഔട്ട്പുട്ടിൽ കാണാമോ നിങ്ങൾക്ക്? റൈറ്റ് സൈഡിൽ 300 100 പ്ലസ് 200 300 എന്നൊക്കെ പറഞ്ഞുള്ള ഔട്ട്പുട്ട് വന്നിരിക്കുന്നതല്ല. അത് ശരിക്കും പക്ഷെ നമുക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? നമുക്ക് ഈ പറയുന്ന ക്ലാസിന്റെ മാത്രം അവൈലബിലിറ്റി മതി. ഈ പറയുന്ന കോഡൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, റൺ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയതായതുകൊണ്ടാ. ഈ ഫയൽ മാത്രം റൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഔട്ട്പുട്ട് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വെറുതെ കിടക്കുന്ന കോഡുകളൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഈ ഒരു പറയുന്ന മെയിൻ അകത്തിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഈ മെയിൻ അവിടെ കൊടുത്തു കഴിഞ്ഞാല് അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കോൾ ആവത്തില്ല. ഡയറക്റ്റ് ഈ ഫയൽ റൺ ചെയ്താൽ മാത്രമേ ഇത് ഈ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റൺ ആവത്തില്ല. ക്ലിയർ ആയോ? അത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ദിനേശ? ക്ലിയർ, കൺഫ്യൂഷൻ ഇല്ല. ബാക്കിയുള്ളവർക്കോ? ഇല്ല, കുഴപ്പമില്ല. മെയിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? എന്തിനു വേണ്ടിയാണ് നമ്മൾ മെയിൻ കൊടുക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു എൻട്രി പോയിന്റ്, ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ വെക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെറുതെ ഈ മെയിൻ്റെ ഉള്ളിനകത്ത് അല്ലാതെ എഴുതി പോകുന്ന ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും.